ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് കീഴിലുള്ള ഒരു പത്രമാണ് ദീപിക. ദീപികയുടെ എഡിറ്റോറിയൽ കണ്ട് പലരും ഞെട്ടിയിരിക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ എപ്പോഴും ഇത്തരം ഭീകരവാദ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവിടെ ഇസ്ലാമുമായി ചെറിയൊരു ബന്ധമുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാൻ മടിയാണ്. ചിലപ്പോൾ അത് ഇവിടെ ബഹിരാകാശത്ത് നിന്ന് വല്ലതും ഒരു അത്ഭുത ജീവികൾ വന്ന് ആക്രമിച്ചു എന്ന് വേണമെങ്കിൽ എഴുതാം, പക്ഷെ ആ പേര് പറയില്ല. എന്നാൽ ആക്രമിച്ചവരെ പേര് പറയില്ല. പക്ഷെ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ എന്താണ് സംഭവിച്ചത്, ലോകത്ത് എന്താണ് സംഭവിക്കുന്നത്, ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്, ഇസ്ലാമിക ഭീകരവാദം ലോകത്ത് എന്ത് ദുരന്തങ്ങൾ ഉണ്ടാക്കും എന്നതെല്ലാം കൃത്യമായി എണ്ണിപ്പറഞ്ഞിരിക്കുകയാണല്ലോ ഈ ക്രിസ്ത്യാനികൾ ക്രൈസ്തവർക്ക് കീഴിലുള്ള ആ ദീപിക പത്രം. അതെ, തീർച്ചയായിട്ടും ദീപിക പത്രത്തിനൊരു വലിയ പാരമ്പര്യമുണ്ട്. കത്തോലിക്ക സഭയുടെ മുഖപത്രം തന്നെയാണ് ദീപിക എന്ന് നമുക്ക് പറയാം. ദീപിക എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യകാലത്ത് തുടങ്ങിയ ദിനപത്രങ്ങളിൽ ഒന്നാണ് ദീപിക. നസ്രാണി ദീപിക എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഇന്നും ആ ദീപികയുടെ എഡിറ്റോറിയലിനും അതിലെ വാർത്തകൾക്കും അതിൻ്റെ അഭിപ്രായങ്ങൾക്കും കേരള സമൂഹം വലിയ വില കൽപ്പിക്കുന്നുണ്ട്. എന്തായാലും മറ്റു പത്രങ്ങൾ പലരും എഴുതാൻ മടിച്ചാൽ, മുഖ്യധാരാ പത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള മനോരമയും മാതൃഭൂമിയും ഒക്കെ എഴുതാൻ മടിച്ച നമ്മുടെ പൊതുവെ മാധ്യമങ്ങൾ കാണിച്ചിരുന്ന ഒരു തൊട്ടുകൂടായ്മയുണ്ടല്ലോ, ആ തൊട്ടുകൂടായ്മ വലിച്ചു ദൂരെ എറിഞ്ഞിരിക്കുകയാണ് ദീപിക അവരുടെ ഈ എഡിറ്റോറിയലിലൂടെ. വളരെ കൃത്യമായിട്ട് ഏഷ്യൻ പാചകപ്പുരകളിൽ ഇസ്ലാമിക തീവ്രവാദം വളർത്തുന്ന ഇസ്ലാമിക ഭീകരവാദം എന്ന വാക്കുച്ചരിക്കാൻ പോലും കേരളത്തിലെ പല മാധ്യമങ്ങളും ഭയപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെയാണ് ദീപിക സധൈര്യം അത് പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിക ഭീകരത വിളയിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരത വളർത്തുന്ന ഏഷ്യൻ പാചകപ്പുരകളിൽ ചിലതിനെയാണ് ഇന്ത്യൻ സൈന്യം തകർത്ത് കളഞ്ഞത്, പൊളിച്ചു കളഞ്ഞത്. ഇത് കേവലം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമല്ല, പ്രശ്നമല്ല, മറിച്ച് ആഗോള ഭീകര വിരുദ്ധതയ്ക്ക് ഇന്ത്യ നൽകിയ ഒരു കനപ്പെട്ട സംഭാവനയാണ് എന്നാണ് ദീപിക ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്തായാലും ഈ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അതിർത്തിയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഭീകര പരിശീലന ക്യാമ്പുകളിൽ നിന്ന് തുടങ്ങി അത് എങ്ങനെയാണ് ഈ ആഗോള ഇസ്ലാമിക ഭീകരത അതെന്താണെന്നും അത് വരുത്തി വയ്ക്കുന്ന വിപത്തുകൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് ലോകത്തിന് ഭീഷണിയായിരിക്കുന്നതെന്നും ഒക്കെ ഈ ചർച്ച ചെയ്യുന്നുണ്ട് ദീപിക തൻ്റെ എഡിറ്റോറിയലിൽ. അങ്ങനെ ചർച്ച ചെയ്തിട്ട് അത് അവസാനം കേരളത്തിലേക്ക് വന്ന് കേരളത്തിനെ എങ്ങനെയാണ് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കേരളത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അതെന്നും ഉള്ള രീതിയിലാണ് ആ എഡിറ്റോറിയൽ അവസാനിക്കുന്നത്. ആ എഡിറ്റോറിയൽ അവസാനിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. അതൊരു ചെറിയ പാരഗ്രാഫാണ്. അതിങ്ങനെയാണ്: മതഭ്രാന്തിൽ പൂത്തുലയുന്ന മരണാനന്തര സൗഭാഗ്യങ്ങളുടെ പച്ചില കാണിച്ച് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പൗരന്മാരെ ആട്ടിത്തെളിക്കുന്ന തീവ്രവാദികളുടെ സംരക്ഷണ കേന്ദ്രമാണ് പാകിസ്ഥാൻ. അതിനെ പ്രതിരോധിക്കുന്നതിനൊപ്പം പ്രാധാന്യമുണ്ട്. തീവ്രവാദം കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിഷവിത്തുകൾ ഈ മതേതര മണ്ണിൻ്റെ മനസ്സിലും വളരുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിന് 21ാം നൂറ്റാണ്ടിൻ്റെ വെല്ലുവിളി ഇസ്ലാമിക തീവ്രവാദമാണ്. അത് തിരിച്ചറിയാൻ വൈകുവോളം പ്രതിരോധം അസാധ്യമാകുന്ന മാരക വൈറസുമാണ് എന്ന് പറഞ്ഞാണ് ദീപിക എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. അതായത് ഈ ദീപികയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് പോണ വഴിക്ക് ഈ പത്രം കൂടെ വാങ്ങിക്കൊണ്ടുപോയി ഇടയ്ക്ക് വായിച്ചിരുന്നെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥയെ മനസ്സിലാകുമായിരുന്നു. അതെ, തീർച്ചയായിട്ടും ദീപിക എല്ലാ കാലത്തും കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നൊരു പത്രമാണ്. ദീപികയുടേതായ നിലപാടുകളുണ്ട്. അത് കത്തോലിക്ക സഭയുടെ നിലപാടാണ്, അത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ നിലപാടാണ്. പക്ഷേ അവർ ഒരിക്കലും ദേശീയതയ്ക്ക് വിരുദ്ധമായി ദേശീയതയെ തുരങ്കം വയ്ക്കുന്ന എന്തെങ്കിലും നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോയിട്ടില്ല. അവർ ഒരിക്കലും അത് ചെയ്യുകയുമില്ല. ദീപികയുടെ പാരമ്പര്യം അതാണ്, ദീപികയുടെ സംസ്കാരം അതാണ്. അങ്ങനെയുള്ള ദീപിക പത്രം ഇങ്ങനൊരു എഡിറ്റോറിയൽ എഴുതിയാൽ അത് മനോരമയ്ക്കും മാതൃഭൂമിക്കും അടക്കമുള്ളവർക്ക് ഒരു വലിയ പാഠമാണ്, വലിയ സന്ദേശമാണ് നൽകുന്നത്. അത് കേരളത്തിൻ്റെ മനസ്സ് വളരെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ദീപിക വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നു, എണ്ണി പറയുകയാണ്. പാകിസ്ഥാൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്, പണപ്പെരുപ്പം അവിടെ എത്ര രൂക്ഷമാണ്, അതുപോലെ തന്നെ വിലക്കയറ്റം എത്ര രൂക്ഷമാണ് എന്നുള്ള കാര്യങ്ങൾ ദീപിക കൃത്യമായിട്ട് വളരെ അച്ചടക്കത്തോടു കൂടി നല്ല ഭംഗിയുള്ള ഭാഷയിൽ
മനോഹരമായിട്ട് അത് എന്നാൽ കുറിക്ക് കൊള്ളുന്ന, എവിടെയാണോ കൊള്ളേണ്ടത് അവിടെ കൊള്ളുന്ന, കണ്ണു തുറപ്പിക്കുന്ന തരത്തിലാണ് ആ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അതായത് IMFൻ്റെയും ADBയുടെയും മറ്റും വായ്പ കൊണ്ട് കഴിയുന്നൊരു രാഷ്ട്രം ആണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനാണ് ഇന്ത്യക്ക് നേരെ ഈ ഓലപ്പടക്കവും കൊണ്ട് വന്നിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ദീപിക കാര്യങ്ങൾ പറയുന്നത്. എന്നു മാത്രമല്ല, ഇന്ന് ലോകത്ത് ആഗോള ഇസ്ലാമിക ഭീകരത എന്ന ആ വാക്ക് ഉപയോഗിക്കാൻ ദീപികയ്ക്ക് മടിയുണ്ടായില്ല. അത് വളരെ കൃത്യമായിട്ട് മറ്റുള്ളവർ പറയാൻ മടിച്ച ആ കൈപ്പേറിയ സത്യം, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, നിലവിലെ കേരളത്തിലെ സാഹചര്യങ്ങളായിരിക്കുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ രീതിയിൽ സ്വാധീനിച്ചു. കാരണം ഈ ബിഷപ്പുമാരുമായി ബന്ധപ്പെട്ട് നാം കണ്ടിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നാർക്കോട്ടിക് ജിഹാദ് എന്നും ലവ് ജിഹാദ് എന്നും പറഞ്ഞ അവിടുത്തെ പാലയുടെ ബിഷപ്പിന് അവസാനം എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ ബിഷപ്പ് ഹൗസിന് മുൻപിൽ അല്ലേ ജിഹാദികൾ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നാം കണ്ടിരുന്നത്. അത് മാത്രമല്ല, നമുക്കറിയാമല്ലോ ആ ഈരാറ്റുപേട്ടയിലെ പള്ളിയിൽ എന്താണ് സംഭവിച്ചതെന്ന്. വാഹനങ്ങൾ ഓടിച്ചു വന്ന, അതായത് ബാല്യം വിട്ടുമാറാത്ത കുട്ടികളെന്ന് തന്നെ പറയാം, 16ഉം 17ഉം വയസ്സൊക്കെയുള്ള കുട്ടികൾ അവിടെ കാണിക്കുകയും ആ ക്രിസ്ത്യൻ പുരോഹിതൻ്റെ നേർക്ക് നടത്തിയ ആക്രമണമൊക്കെ നമ്മൾ കേരളം കണ്ടതാണ്. എന്നിട്ട് ഒരു ചെറു വിരൽ അനക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആരും തയ്യാറായില്ല എന്നുള്ള നാണിപ്പിക്കുന്ന സത്യമാണ് നമ്മൾ നേരിട്ടത്. എന്തായാലും ദീപികയ്ക്ക് ആ ഭയമൊന്നുമില്ല. അവർ വളരെ സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നു. ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നും അവർ എന്തുകൊണ്ടാണ് ഈ തരത്തിലൊക്കെ പോകുന്നതെന്നും ആഗോള ഇസ്ലാമിക ഭീകരത എന്താണെന്നും പാകിസ്ഥാൻ എങ്ങനെയാണ് ആഗോള ഇസ്ലാമിക ഭീകരതയുടെ കരാള ഹസ്തങ്ങളിൽ പെട്ടിരിക്കുന്നതെന്നും ഒക്കെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു എഡിറ്റോറിയലാണ്. അതുപോലെ തന്നെ ഈ പാകിസ്ഥാനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്ന തുർക്കി, ചൈന, അതുപോലെ തന്നെ അസർബൈജാൻ, ഈ 3 രാജ്യങ്ങളും അവരുടെ പൂർവികമായ നിലപാടുകൾ എന്തൊക്കെയാണ്, ഇപ്പോഴവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ഭംഗ്യന്തരേണ വളരെ വ്യക്തമായിട്ട് അവർ സൂചിപ്പിക്കുന്നു ആ എഡിറ്റോറിയലിൽ. എന്തായാലും ഒരു ജനാധിപത്യ രാജ്യവും ഇതിനെ പിന്തുണയ്ക്കുന്നില്ല, അവരെല്ലാവരും ഇന്ത്യക്കൊപ്പമാണ് എന്നുള്ള സത്യം ദീപിക അടിവരയിട്ട് പറയുന്നു. അതും ഈ എഡിറ്റോറിയലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. എന്തായാലും ഇതിന് ഇരയായവർ, ഈ 26 പേരുടെ കുടുംബാംഗങ്ങൾ, അതിൽ ചിലരെ, അവരുടെ ആ കുടുംബാംഗങ്ങളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ, അതിലൊരു മലയാളിയുണ്ട്. ആ മലയാളി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ്റെ മകൾ ആരതി ഇതിന് ദൃക്സാക്ഷിയാണ്. സ്വന്തം അച്ഛനെ ഈ ഭീകരവാദികൾ കൊലപ്പെടുത്തുന്നതിന് ദൃക്സാക്ഷിയായ ആളാണ് ആരതി. ആ ആരതിയുടെ വാക്കുകൾ പോലും എടുത്തു പറയുന്നു. അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ, ആ വാക്കിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും, സിന്ദൂരം നമ്മുടെ 26 പൗരന്മാരുടെ ഭാര്യമാരുടെ സിന്ദൂരം മാച്ചു കളയാൻ വന്ന ഈ പറയുന്ന പാക് ഭീകരർക്ക് അർദ്ധരാത്രിയിൽ സിന്ദൂരം നിറച്ച ചെപ്പുകൾ കൊണ്ടുകൊടുത്താണ് ഇന്ത്യൻ സൈന്യം മറുപടി നൽകിയത് എന്ന ആ സത്യം, ആ രസിക്കാത്ത സത്യം, കേരളത്തിലെ മറ്റ് മാധ്യമങ്ങൾക്ക് രസിക്കാത്ത, അവർ ഭയപ്പെടുന്ന ആ സത്യം യാതൊരു ഭയവുമില്ലാതെ ഏറ്റവും മനോഹരമായി, ഏറ്റവും ദൃഢമായ വാക്കുകളിൽ അത് വരച്ചു കാണിക്കാൻ ദീപിക തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദീപികയുടെ ആ പാരമ്പര്യത്തിനും അവരുടെ സംസ്കാരത്തിനും യോജിച്ച രീതിയിൽ ദീപിക ഈ വിഷയത്തിൽ രാജ്യത്തിനൊപ്പം നിന്നുകൊണ്ട്, നമ്മുടെ സൈന്യത്തിനൊപ്പം നിന്നുകൊണ്ട്, കേന്ദ്ര സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ശക്തമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ കണ്ണുകൾ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണുകൾ, വോട്ട് ബാങ്കിൽ മഞ്ഞളിച്ചു പോയ കണ്ണുകൾ വ്യക്തമായിട്ട് തുറക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം എന്നൊരു സന്ദേശം കൂടി ദീപിക ഈ എഡിറ്റോറിയലിലൂടെ നൽകുന്നുണ്ട്. എന്തായാലും ദീപിക അവരുടെ പാരമ്പര്യവും സംസ്കാരവും കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ ശക്തമായ പിന്തുണയുള്ള അവരുടെ മുഖപത്രം എന്ന് തന്നെ പറയാവുന്ന ദീപികയ്ക്ക് കൃത്യമായ നിലപാടുണ്ട് എന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.